എല്ലാവർക്കും നമസ്കാരം. പോത്തൻ സെസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ്. ഇത് പനീറിൻ്റെ കറിയാണ്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 200 ഗ്രാം പനീറിൻ്റെ കണക്കിലാണ് ഞാനിവിടെ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിൽ പനീർ 200 ഗ്രാമിൻ്റെ പനീറാണിത്. അതിലേക്ക് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 3-4 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി. ആദ്യം തന്നെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു ഇത്രയും കൂടെ ഇട്ടു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളും കൂടെ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നുമില്ല, ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ ഏത് വേണേലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് കടുകെണ്ണയിലാണ് വെക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷിൽ അവർ കൂടുതലും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നും കടുകെണ്ണയ്ക്ക് ഉണ്ടാക്കിയാൽ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ എന്ന് ഓർക്കും. പക്ഷേ ഇല്ല, അതിൻ്റെ ഒട്ടും ടേസ്റ്റ് വരത്തില്ല. ഇത് നന്നായിട്ട് ചൂടാവണം. അതായത് നന്നായിട്ട് എണ്ണയിൽ നിന്നൊരു പുക വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. അത്രയ്ക്കും ചൂടാവണം. അപ്പോഴേക്കും അതിൻ്റെ ആ സ്മെല്ല് മാറിക്കോളും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കുക. ജീരകം പൊട്ടി തീർന്ന ഉടനെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കരിയാതെ നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് വരണം. അതായത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കിക്കോളുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കാം. ക്രീം ഒഴിച്ചതിന് ശേഷം ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി.